ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ എണീറ്റ് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കുറച്ച് നേരത്തെ തന്നെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലേ ചോറ് ആവാനല്ലേ പ്രയാസം ഉണ്ടാവുക. അപ്പോൾ ഒരു 7:15 ആകുമ്പോഴത്തേന് നമുക്ക് ചോറൊക്കെ ആവും വേണം. അപ്പോൾ ചോറ് ഇപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറിന് കൂട്ടാണ്ടാക്കണതെന്ന് ഒരു കോളിഫ്ലവർ ഉണ്ടായിന് ഇവിടെ. അപ്പോൾ അത് ഞാനിതാ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് നമുക്ക് ഈ ഒരു കോളിഫ്ലവറും ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നാൽ കുറച്ച് വേവും ചെയ്യും. അതേപോലെ എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ ഇതിലുണ്ടാവുമല്ലോ നമ്മൾ കാണാത്ത, അപ്പോൾ അതൊക്കെ നശിച്ചു പോവുകയും ചെയ്തോളും, വൃത്തിയായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, വെറുതെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ആ വെള്ളത്തേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ വേസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഓട്ടടക്കുള്ള പച്ചരിയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓട്ടട ഉണ്ടാക്കുമ്പോഴേക്കും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അരി ഞാൻ കഴുകിയത് ജാർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തു. പിന്നെ ചോറും ചേർത്തു. തേങ്ങ അപ്പം ചേർത്തിട്ടില്ല, തേങ്ങ ആ ഒരു സമയത്ത് ചിരകിയിട്ടില്ല. ഇനി തേങ്ങ നമുക്ക് അത് അരച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക, ചുടുന്ന സമയത്ത് ചേർക്കുക. അങ്ങനെ മാവൊക്കെ അരച്ചെടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ കോളിഫ്ലവറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു നോക്കിട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടടൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിനി. അപ്പോൾ അത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഞാൻ തിളച്ച വെള്ളം ഉണ്ടല്ലോ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്താണ്ട് ജാർക്ക് ഒഴിച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട കിട്ടും, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ചോറ് ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചോറ് ചേർത്തിട്ടില്ലെങ്കിലും ഓട്ടട നന്നാവും. ചോറ് ചേർക്കാതെ ഞാൻ ഓട്ടട ഉണ്ടാക്കലുണ്ട്, ചോറ് ചേർത്താണ്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് എന്തായാലും വെന്തിട്ടുണ്ടായിന് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ ഞാൻ ചോറ് ചേർത്ത് കൊടുത്തു. ചിലപ്പോൾ തലേ ദിവസത്തെ ചോറൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ചോറില്ലാതെയും ഓട്ടടയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. എന്നാലും നന്നാവലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതൊക്കെ ചേർത്ത് കൊടുത്തു. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്താൽ മതി. വെളിച്ചെണ്ണ ആകുമ്പോൾ നാടൻ ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയാണെങ്കിൽ ഇപ്പോൾ വാങ്ങൂലല്ലേ, വെളിച്ചെണ്ണക്കാണെങ്കിൽ ഭയങ്കര റേറ്റാണ് ഇപ്പോൾ അല്ലേ. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയിൽ തൂമിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. അധികം ഞാനും വെളിച്ചെണ്ണ തന്നെയാണ് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യൽ. പിന്നെ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഓയിലിൽ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യൽ. ഇപ്പോൾ ഇനി ആട്ടാനൊന്നും തെങ്ങുമ്മലൊന്നും അത്ര തേങ്ങയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഒരു തെങ്ങാണെങ്കിലും ചിലപ്പോൾ എനിക്ക് അതിൽ നിന്ന് ആട്ടാനൊക്കെ കിട്ടലുണ്ട്. ഇപ്പം എന്താ അറിയില്ല, തേങ്ങയൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഓട്ടടൻ്റെ മാവൊക്കെ റെഡിയായി. പിന്നെ ഓട്ടടൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കോളിഫ്ലവർ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല ചൂടാണത്, നല്ലോണം തിളച്ചതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് മസാല തേച്ച് വെക്കും വേണം. ഇത് നല്ലോണം വേവും ചെയ്യരുത് കേട്ടോ. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ആകെ ഉടയും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ മസാലയൊക്കെ തേച്ച് വെക്കുമ്പോഴേ മസാലയൊക്കെ ഒന്ന് കൈ കൊണ്ടിട്ട് മിക്സ് ചെയ്യുമല്ലോ, അപ്പോൾ ആകെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് എൻ്റെ അടുത്ത്, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പുളി ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സുർക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ ആ ഊറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അതേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അതിക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അത് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആകെ പൊടിയും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അവിടെ നിൽക്കട്ടെ, മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ.
പിന്നെ ഞാൻ ഇവിടെ ചട്ടി വെച്ചിരുന്നല്ലോ ഓട്ടടക്കുള്ള, അപ്പോൾ ആ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിക്ക് മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓട്ടട നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ചട്ടി നല്ല ചൂട് വേണം. പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ വരുമല്ലോ, ആ ഹോൾസ് വരുന്ന സമയത്ത് തീ കുറച്ച് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. അപ്പം അടിഭാഗം കരിയാതെ നല്ല ആ ഒരു ഇതിൽ തന്നെ കിട്ടും. അങ്ങനെ ഒരടുപ്പിൽ ഓട്ടട ചുട്ടെടുക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ പിന്നെ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിക്ക് മുളക് പൊടിയൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് അധികമൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് കൂടുതലായ കുട്ടികൾക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാവും. നമ്മളെ ഐഫ് കുട്ടിക്കൊക്കെ നല്ല എരിവ് പറ്റൂല, മറ്റവർക്കൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയൊക്കെ കുറച്ച് അധികം ഇടേണ്ടവർക്ക് അങ്ങനെ ഇടുകയൊക്കെ ചെയ്യാം. എളുപ്പമാവും ചെയ്യും കേട്ടോ. നമ്മളിത് വേവിച്ചെടുത്തതല്ലേ ആദ്യം, അതുകൊണ്ട് എണ്ണയിലിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് എളുപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റും ചെയ്യാം കേട്ടോ. ആ പുറം ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പിയായി വരുമ്പം തന്നെ. മറ്റേത് പച്ചയിൽ നമ്മൾ മസാലയൊക്കെ തേച്ച് പൊരിക്കുകയാണെങ്കിൽ കുറേ സമയം പിന്നെ എണ്ണയിൽ ഇങ്ങനെ കിടക്കണം, എന്നാലേ വേവുള്ളൂ. ഇല്ലെങ്കിൽ ഉൾവശമൊന്നും ശരിക്കും വെന്ത് കിട്ടൂല. അപ്പോൾ ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് 2-3 പ്രാവശ്യമാക്കി ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ജുമോൾക്ക് പോകാനായി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾക്കുള്ള ചോറ് വേഗം പാത്രത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ ഇതിൻ്റെ അടിയിൽ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഓള് 7:15 ബസ്സിന് പോകും. ഇപ്പോൾ അഥവാ ബസ് പോയിക്കാണെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓളെ പാത്രത്തേക്ക് ചൂടുള്ള ചോറൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറൊന്നും വെക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അങ്ങനെ ഓൾക്കുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ. കുട്ടികളൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. മദ്രസ്ക്ക് പോകാനുള്ളവർ മദ്രസ്ക്ക് പോകുന്നുണ്ട്, ട്യൂഷന് പോകാനുള്ളവർ ട്യൂഷന് പോകുന്നുണ്ട്. രാവിലത്തെ നമ്മളുടെ തിരക്ക് പറയണ്ടല്ലേ. രാവിലെ അങ്ങനെ നേരത്തെ ചോറൊക്കെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പണി എളുപ്പം തീരും. ചോറും കൂട്ടാനും ആയിക്കഴിഞ്ഞാൽ തന്നെ പണി തീർന്ന പോലെയാണല്ലോ. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചോറൊക്കെ ആക്കി കൊടുത്ത് മഞ്ജുമോള് പോയി ചായയൊക്കെ കുടിച്ചാണ്ട്. പിന്നെ ഇതാ നമ്മളിന്ന് ഓട്ടടിക്ക് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാൻ. സാധാ ഓട്ടട ഉണ്ടാക്കുന്ന പോലെയല്ല, കറിയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ചായൻ്റെ കൂടെ അങ്ങനെ കടിച്ചുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതുണ്ടല്ലോ ഏതായാലും, അപ്പോൾ അത് സൈഡായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു. കുട്ടികൾക്കൊക്കെ അതേപോലെ തന്നെ കേട്ടോ കൊടുത്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിനി. ആ കഞ്ഞിയാണ് കേട്ടോ ഞാൻ കുടിച്ചിരുന്നത്. അത് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. നമ്മളെ കർക്കിടക കഞ്ഞി ഉണ്ടല്ലോ, അത് ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനു. അപ്പോൾ അത് ദൂരെയുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിനി. അപ്പോൾ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ ഈ ഹോം ഷോപ്പിൻ്റെ HSOമാരുണ്ടാവും. അപ്പോൾ അവരെ കയ്യിലുണ്ടാവും കഞ്ഞിക്കിറ്റ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങാണ് കേട്ടോ നല്ലത്. അല്ലാതെ ഞാൻ ഇവിടുന്ന് കൊറിയറായിട്ട് അയച്ചേക്കാണെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. പിന്നെ മീൻകാരൻ വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ബത്തൽ മീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇത് നന്നാക്കാൻ കത്രിക കൊണ്ട് നന്നാക്കാനൊക്കെ എളുപ്പമാണ്, എന്നാലും കുറച്ച് സമയം ഇരിക്കണം. ഞാൻ വേഗം പോയിട്ട് മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. പിന്നെ ഇതാ കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനും. അപ്പോൾ അതിക്ക് മീനൊക്കെ കഴുകിയത് ഇട്ട് കൊടുത്ത് അത് മസാല തേച്ച് വെക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാനുള്ളത്. കുറച്ച് മീൻ എടുത്തിട്ട് ഇങ്ങനെ മുളക് കറി വെക്കുമല്ലോ നമ്മൾ, അങ്ങനെ മുളക് കറി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിവിടെ ബത്തൽ നട്ടതിന് പറയല് ബത്തൽ മീൻ എന്നാണ് പറയല്. പിന്നെ വേറെയും കുറേ പേരുകളുണ്ടല്ലേ, ബത്തൽ മീൻ, നത്തോലി അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ മീനിൽ മസാലയൊക്കെ തേച്ച് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേഗം മീൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. മീൻ കറി ഉണ്ടാക്കാൻ ഞാൻ അവിടെ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ചെറിയ ഉള്ളി ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി 2 പീസാക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി, ചെറിയ 2 തക്കാളിയാണ് കേട്ടോ, വലിയ തക്കാളി ആണെങ്കിൽ 1 എടുത്താൽ മതി. അത് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിയാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി. അതിപ്പോൾ ചേർക്കണ്ട, നമ്മൾ മസാലപ്പൊടികൾ ചേർക്കൂലേ ആ സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് പൊടിച്ചതില്ലേനി, അപ്പോൾ ഞാൻ ഇതിലേക്ക്
ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ മസാലപ്പൊടികളൊന്നുമില്ല കേട്ടോ. ഈ മസാലപ്പൊടികളെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് അതിൽ കിടന്നിട്ട് തന്നെ പിന്നെ പൊടികളൊക്കെ മൂത്ത് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയും ഫ്ലെയിം ഓഫാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ കുറച്ച് നേരം ഫ്ലെയിം ഓഫാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചൂടാറിയിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്താണ്ട് ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ മസാലപ്പൊടികളെ കയ്യിലുള്ളത് ഇങ്ങനെ വിട്ടു പോന്നോളും. അപ്പോൾ നമുക്കിത് മീൻകറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ വെള്ളം ഞാൻ ആ ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചട്ടീനെ വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നുള്ളു ഉലുവി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കാന്താരി മുളക് എടുത്തുക്കണം കേട്ടോ. ഞാൻ കാന്താരി മുളകിന് പകരം പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. എൻ്റെ അടുത്ത് ചെറിയ കുഞ്ഞി കാന്താരി മുളക് ഉണ്ടായിന്. അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു മസാല ഉണ്ടാക്കിയാലോ, തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ആ മസാല ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ആ അരപ്പയ്ക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് സമയം വഴറ്റണ്ട, കാരണം അതൊക്കെ വഴറ്റിയിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എണ്ണയിലിട്ട് വഴറ്റിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പിന്നെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല നേരത്തെ ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി കഴുകി വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാലോ, ആ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കുക. അതല്ല വാളംപുളിയാണെന്നുണ്ടെങ്കിൽ വാളംപുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വാളംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിത് മുളക് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരക്കാത്ത കറിയല്ലേ, അപ്പം കുറച്ച് കറി വേണേനും. അപ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ നെത്തോലി മീൻ ബത്തല് മീൻ എളുപ്പം ഉടയൂലേ. ഒന്നും ഇങ്ങോട്ട് ചൂടായാൽ തന്നെ വേഗം ഉടയും, വേഗം പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് മീൻ നമ്മൾ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചില്ലേ, കുറച്ച് അവിടെ മാറ്റി വെച്ച് കറിക്കുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ മുളകും ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എളുപ്പം വേവും കേട്ടോ. 2-3 തിള കളിച്ചാൽ തന്നെ വേവും. പിന്നെ മൺചട്ടിയും കൂടി അല്ലേ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് മീൻ പൊരിക്കാൻ ചട്ടി വെച്ചിന്. ആ ഒരു ചട്ടി ചൂടായപ്പോഴേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തതാ നമ്മളെ ബത്തൽ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചട്ടിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇൻഡസ് വാലിയത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. ഒരുപാട് പേര് ഈ ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നല്ല ചട്ടിയാണ്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനും ബീഫ് ഫ്രൈ ചെയ്യാനും മീനൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ റസീന 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ടേ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചോളാണ്ടി. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഒരു ഭാഗമൊക്കെ ആയപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ അപ്പോഴത്തേന് ഇതാ നമ്മളെ മീൻ കറി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മളിപ്പം മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്നാവും. ഈ ബത്തൽ മീനാവുമ്പോൾ പ്രത്യേകിച്ചും ഈ ചട്ടിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ടേ എളുപ്പം മീനൊക്കെ ഫ്രൈ ആയി കിട്ടും. നമുക്ക് ഗ്യാസും അധികം വേണ്ട. പിന്നെ അത് ചൂടായി കഴിഞ്ഞാൽ കുറേ സമയത്തിന് ആ ചൂടുണ്ടാവും. പിന്നെ ചെറിയ തീയ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാലേ പിന്നെ ഇത് നല്ലോണം നമ്മൾ കഴുകിയിട്ട് പിന്നെ വെള്ളമൊക്കെ തുടച്ചിട്ട് വേണം വെക്കാൻ. നമ്മളിങ്ങനെ ചട്ടിയൊക്കെ കമിഴ്ത്തി വെക്കുമല്ലോ, അങ്ങനെ വെക്കരുത്, തുറന്ന് വെക്കണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ നനവുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അതിൽ നോക്കുമ്പം ഈ തുരുമ്പിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ജാതിക്കാരം. കഴുകി നല്ലോണം തുടച്ച് ഡ്രൈ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എടുക്കുമ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ പോലെ ഉണ്ടാവും. നല്ല ഭംഗിയേക്കാരം കാണാൻ തന്നെ കേട്ടോ. പിന്നെന്താ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു നത്തോലി മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ പറ്റും. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ അതൊക്കെ വേഗം അടിച്ചു വാരി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പുഴയ്ക്ക് പോയിട്ട് അലക്കാൻ. അപ്പോൾ കുറച്ച് തുണികളുണ്ട് ഇനി അലക്കാൻ. പുഴയിൽ വന്നാലേ എത്ര അലക്കാണ്ടെങ്കിലും ഒരു മടിയില്ല, എളുപ്പം അലക്കൽ കഴിയും ചെയ്യും. പിന്നെന്താ പുഴയിലാണെങ്കിൽ നല്ല വെള്ളമാണ് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്. അതേപോലെ
എന്താ നല്ല തെളിഞ്ഞ വെള്ളമാണ്. കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ ഇവിടെ പുഴയിൽ അലക്കാനൊക്കെ വരുന്നോല്. അപ്പോൾ ഞാൻ ഓരോന്ന് വീഡിയോയിൽ കാണിക്കാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞാൻ ഒറ്റക്കാണെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ മക്കളെ കൊണ്ടുവരലില്ല കേട്ടോ. മക്കളെ കൊണ്ടുവന്നാലേ പേടിയാണ്. കാരണം നല്ല ഒഴുക്കുണ്ട്, നല്ല വെള്ളമുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ്ട് അലക്കിയിട്ട് ഞാൻ അങ്ങനെ പോവലാണ്. അങ്ങോട്ടൊന്നും ഞാൻ പോകില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ തുണികൾ കൊണ്ടുവന്ന ബക്കറ്റിൽ ഫോൺ വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ പുഴ കാണുന്നത് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് കാണിക്കലുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ബക്കറ്റിൻ്റെ അടുത്ത് ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ക്യാമറയിൽ തന്നെ പതിഞ്ഞോളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു ഭാഗം അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ തുണി അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അകൊക്കെ തുടക്കാണ്ടേന് അതൊക്കെ തുടച്ച് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്ന്. അപ്പോൾ നമ്മളെ നത്തോലി ബത്തൽ മീൻ ഇന്നാട്ടോ ഞങ്ങൾ പറയൽ. നമ്മളെ ബത്തൽ മീൻ കറിയും അതേപോലെ തന്നെ ബത്തൽ ഫ്രൈ ഒക്കെ ഉണ്ടായിന്. നമ്മളുണ്ടാക്കിയത് വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടിക്കുഴച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം നമുക്ക് വീഡിയോക്ക് വ്യൂസ് കുറവാണ്. ഷോർട്ട് വീഡിയോക്ക് അത്യാവശ്യമൊക്കെ കിട്ടലുണ്ട്. സാധാ വീഡിയോക്ക് വ്യൂസ് കുറവാണ്. അതെന്താണെന്ന് അറിയില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ അതിന് അധികം ഒന്നും കാണിക്കലില്ലല്ലോ, കുറച്ചൊക്കെ അല്ലേ കാണിക്കലുള്ളൂ. അതുകൊണ്ടാവൂലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.